അതായത് എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകളോ അല്ലെങ്കിൽ ഫിൽട്രേറ്റസ് ഉണ്ടാകാൻ, ഫിൽട്രേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഷണങ്ങൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് ഹോസ്പിറ്റലിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെ. എന്തെങ്കിലും വിലപിടിപ്പുള്ളതൊക്കെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അതൊക്കെ മോഷണം പോകുന്ന വഴി എന്താണ് ഹോസ്പിറ്റലിൽ അതുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ ഉണ്ടാകും. നെക്സ്റ്റ്, kickbacks and collusion equipment theft. Kickbacks and collusion equipment theft. എന്താണ് kickbacks and collusion? kickbacks എന്ന് വെച്ചാൽ കൈക്കൂലി കൊടുക്കുക അല്ലെ. collusion എന്ന് വെച്ചാൽ എന്താണ് അപ്പോ collusion ഒത്തുകൈ അല്ലെ. equipment theft എന്ന് പറഞ്ഞാലോ equipment theft ഉപകരണങ്ങൾ മോഷ്ടിക്കുക അല്ലെ. എന്തെങ്കിലും കൈക്കൂലി കൊടുത്തോ അല്ലെങ്കിൽ ഒത്തു കളിച്ചൊക്കെ എന്താണ് എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുകളിയിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ചിലപ്പോ മോഷണം പോയിരുന്നു വരാം. അപ്പോ എന്താണ് അവിടെ എന്ത് സംഭവിക്കുന്നു, ഹോസ്പിറ്റലിലാണ് നഷ്ടം ഉണ്ടാകുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ ആ ഒരു ഉപകരണമാണ് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ എന്താണ് അത്തരത്തിൽ ലോസ് സംഭവിക്കാം. ദെൻ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, വ്യക്തിഗതമായിട്ടുള്ള എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് മോഷണം സംഭവിച്ചാലും എന്താണ്, അതായത് ഓരോ പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്, കിക്ക് ബാക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈക്കൂലി, കിക്ക് ബാക്സ് കൈക്കൂലി, പേഴ്സണൽ പ്രോപ്പർട്ടീസ് മോഷണം പോലെ. ഓക്കെ, payroll fraud and first point embezzlement, pilferage. embezzlement എന്ന് പറഞ്ഞാൽ എന്താണ്, തട്ടിപ്പ്. pilferage എന്ന് പറഞ്ഞാൽ മോഷണം. തട്ടിപ്പോ മോഷണം മൂലം എന്താണ് ഹോസ്പിറ്റലിന് ലോസ് സംഭവിക്കാം. embezzlement തട്ടിപ്പ്, pilferage മോഷണം. kickbacks and collusion എന്താണ്, കിക്ക് ബാക്സ് കൈക്കൂലി കൊടുത്തു അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഒത്തുകളിച്ചൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് മോഷണം പോവാം. മോഷണം അങ്ങനെ മലയാളം ചാൻസിൽ എക്യുപ്മെന്റ്സുകളൊക്കെ ചിലപ്പോ മറച്ചു വെക്കുക, അല്ലെങ്കിൽ മറ്റ് കമ്പനീസിനോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിലൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക, അങ്ങനെയൊക്കെ തരത്തിൽ മോഷണങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ആ ഒരു പുറകിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ എന്താണ് പേഴ്സണൽ പ്രോപ്പർട്ടീസ് മോഷണം പോകുന്നത് അല്ലെ. പേഴ്സണൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പേഴ്സണൽ പ്രോപ്പർട്ടീസ്? personal properties, pilferage എന്ന് വെച്ചാൽ മോഷണം, കട്ടുകൊണ്ടു പോവുക. കക്കുക എന്നല്ലേ പറയുന്നത്. എന്തുമാവാം, ഡോക്യുമെന്റ്സ് ആവാം, എക്യുപ്മെന്റ്സ് ആകാം, എന്തും ഹോസ്പിറ്റലുമായി സംബന്ധിച്ചിരുന്ന എന്തും അവിടെ മോഷണം പോകാം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പേഴ്സണൽ പ്രോപ്പർട്ടീസ്? ഏതൊക്കെ തരത്തിലുള്ള പേഴ്സണൽ പ്രോപ്പർട്ടീസ് മോഷണം പോകാം? എന്തൊക്കെ വ്യക്തിഗത സ്വത്തുകളായിരിക്കാം കൊള്ളയടിക്കുന്നത്? ക്യാഷ്, മൊബൈൽസ്, മറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ അതിൽ ഉൾപ്പെടുത്താം അല്ലെ. വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും പേഴ്സണൽ പ്രോപ്പർട്ടീസിൽ ഉൾപ്പെടുത്താം. എന്തെങ്കിലും ഡോക്യുമെന്റ്സ്, റെക്കോർഡ്സുകള്, ജ്വല്ലറീസ് ഇതൊക്കെ അതിൽ ഉൾപ്പെടുത്താം അല്ലെ. ഗോൾഡ്. ദെൻ അടുത്തത് എന്താണ്, പേറോൾ ഫ്രോഡ് ആണ്. theft that include fraud in punching the time clock. Payroll fraud and theft that include fraud in punching the time clock. ഇത് നോക്കുമ്പോൾ വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലേ പോയിന്റ്സുകള്? അത് ആ പേരുകൾ പുതിയ പുതിയ പേരുകൾ കണ്ടിട്ടായിരിക്കുള്ളൂ. അത് വളരെ സിമ്പിൾ ആണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഫോർത്ത് പോയിന്റ് ഒന്ന് നോക്കിയേ, payroll fraud and theft that include fraud in punching the time clock. വേറെ ഒന്നുമല്ല, എന്താണ് നമ്മുടെ പഞ്ചിങ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എംപ്ലോയീസിന് ഒരു പഞ്ചിങ് ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ആ ടൈം ക്ലോക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ കാണിക്കാം. അത്തരത്തിലും എന്താണ് ഹോസ്പിറ്റലിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചിലപ്പോ എന്താണ്
കറക്റ്റ് ടൈം ആയിരിക്കില്ല പഞ്ചിങ് അല്ലെ. അപ്പോ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മായങ്ങളൊക്കെ എന്താണ് പല രീതിയിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടൈം ചെയ്ത് ചേഞ്ച് ചെയ്തിട്ടൊക്കെ എന്താണ് അവർ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താനുള്ള ചാൻസസ് ഉണ്ട്. അതെ, പഞ്ച് ചെയ്തിട്ട് തട്ടിപ്പുകൾ നടത്തുന്നു. ദെൻ പിന്നെന്താണ് ക്യാഷ് തെഫ്റ്റ്. ക്യാഷ് തെഫ്റ്റ് എന്താണ്? ക്യാഷ് തെഫ്റ്റ് ദാറ്റ് ഇൻവോൾവ്സ് മെയിൻ കാഷിയർ, subsidiary cashier, cafeteria cashier, then fraudulent practices in purchasing, receiving and storing. ഇനി ക്യാഷ് തെഫ്റ്റ്, ക്യാഷ് എവിടെ നിന്നൊക്കെ നഷ്ടപ്പെടാം, എവിടെ നിന്നൊക്കെ മോഷണം പോകാം? നമുക്ക് എവിടെ നിന്നാണ്? മെയിൻ കാഷ്യറിൽ നിന്ന് അല്ലെ, മെയിൻ കാഷ്യറിൽ നിന്ന് പോകാം. അതുപോലെ തന്നെ സബ്സിഡറി കാഷ്യർ ഉണ്ടായിരിക്കും അല്ലെ. ദെൻ കഫ്റ്റീരിയ, കഫ്റ്റീരിയ എന്താണ്? കഫ്റ്റീരിയ കാഷ്യർ, കഫ്റ്റീരിയ കാഷ്യർ എവിടെ ഇരിക്കുന്ന ആളാണ്? കഫ്റ്റീരിയ ക്യാൻറ്റീൻ അല്ലെ, വേറെ ഭക്ഷണശാലയിലെ അല്ലെ, ഭക്ഷണശാലയിൽ ഉൾപ്പെടുന്ന കാഷ്യർ ആണ് ആര്? കഫ്റ്റീരിയ കാഷ്യർ. പിന്നെ അപ്പൊ അത്തരത്തില് ആ ഒരു ഏരിയാസിൽ നിന്നൊക്കെ എന്താണ് ക്യാഷ് മോഷണം പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി എന്താണ് ഹോസ്പിറ്റലിന് ലോസസ് സംഭവിക്കുന്നു. അത് എവിടെ നിന്നാണ്? കാഷ്യറിൽ നിന്ന്, സബ്സിഡറി കാഷ്യറിൽ നിന്ന്, കഫ്റ്റീരിയ കാഷ്യറിൽ നിന്ന്. അതുപോലെ തന്നെ എന്താണ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഇൻ പർച്ചേസിങ്, റിസീവിങ് ആൻഡ് സ്റ്റോറിങ്. ഫ്രോഡുലന്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോഡുലന്റ് കേട്ടിട്ടുണ്ടോ വാക്ക്? ഫ്രോഡുലന്റ് അതായത് വഞ്ചനാപരമായിട്ടുള്ള രീതികൾ. മൊത്തത്തിൽ എന്താണ്? ഇതെല്ലാം തട്ടിപ്പ് തന്നെയാണ് അല്ലെ. എന്തെങ്കിലും തരത്തിലുള്ള ചതിയിലൂടെ എന്താണ് പലതരത്തിലെ പർച്ചേസിങ്ങിലോ അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എണ്ണം പറയും അല്ലെ. ചിലപ്പോൾ കൂടുതൽ എണ്ണം വാങ്ങിച്ചിട്ട് റിസീവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്താണ് എന്താണ് ആ എമൗണ്ട് കറക്റ്റ് കാണിക്കാതെയൊക്കെ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇപ്പൊ മെഡിസിൻസ് ഒക്കെ കൂടുതൽ എടുത്തിട്ട് കുറച്ചുള്ളതിന് മാത്രം എമൗണ്ട് ആയിരിക്കും അവിടെ കൊടുക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ രജിസ്റ്റർ റെക്കോർഡ്സ്, ബില്ലിങ്, അങ്ങനെയുള്ള കമ്പ്യൂട്ടർ ബേസ്ഡുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് കൂടുതൽ എമൗണ്ട് നമുക്ക് അടിക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് അടിച്ചിട്ട് കൂടുതൽ സാധനങ്ങൾ മാറ്റും. അത്തരത്തിലുള്ള പ്രാക്ടീസസ് എന്താണ് ഹോസ്പിറ്റലിൽ കണ്ടുവരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വഞ്ചനാപരമായിട്ടുള്ള രീതികളും എവിടെ നടക്കുന്നുണ്ട്? ഹോസ്പിറ്റൽസിലുണ്ട്. അപ്പൊ അതുവഴി എന്താണ് ഹോസ്പിറ്റല് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. പർച്ചേസിംഗിലുണ്ടാവും, റിസീവിങ്ങിലും സ്റ്റോറിങ്ങിലൊക്കെ എന്താണ് അത്തരത്തില് അത് കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കുന്നുള്ളൂ പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അല്ല അതിന്റെ ബില്ലൊക്കെ എന്താണ് ബില്ലിലേക്ക് എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ നമ്പർ ഓഫ് എണ്ണമൊക്കെ കുറച്ചിട്ടൊക്കെ ആയിരിക്കും അത് കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലൊരു തട്ടിപ്പുകൾ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. ദെൻ ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, റെക്കോർഡ് ആൻഡ് ബില്ലിംഗ് കമ്പ്യൂട്ടർ ഫണ്ട്. പിന്നെ എവിടെയൊക്കെ നടക്കുന്ന മറ്റു തട്ടിപ്പുകള് രജിസ്റ്റേഴ്സിൽ ഉണ്ടായിരിക്കും അല്ലെ. ഹോസ്പിറ്റൽ രജിസ്റ്ററില്, റെക്കോർഡ്സില്, ബില്ലിംഗ് കമ്പ്യൂട്ടർ ഫോൺസ്. ഇവിടെയൊക്കെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡ് പരിപാടികളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. അപ്പൊ അതുമൂലം എന്താണ് ഹോസ്പിറ്റലിൽ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു അല്ലെ, നഷ്ടം സംഭവിക്കുന്നു. യെസ്, എന്തൊക്കെയാണ് ഒന്നുകൂടി ഒന്ന് പറയാമോ? എന്തൊക്കെയാണ്? എംപ്ലീസ്മെന്റ് പ്രിവിലേജ്, എന്താണ് പിൽഫ്രേജ്? എംപ്ലീസ്മെന്റ് പ്രിവിലേജ് എന്താണ്? തട്ടിപ്പും മോശവും ഒക്കെ ഹോസ്പിറ്റലിൽ എന്താണ് സഫർ വരുത്തുന്നത് തന്നെയാണ്. പിന്നെ എന്താണ്? കിക്സ് ബാക്സ് ആൻഡ് കൊലൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റ്. കൈക്കൂലി കൊടുത്ത് ഒട്ടുകളിച്ചൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ തെഫ്റ്റ് ചെയ്ത് കണ്ടുകൊണ്ട് പോകും അല്ലെങ്കിൽ മോഷണം പോകുന്നു. ദെൻ പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, വ്യക്തിഗതമായിട്ടുള്ള വസ്തുക്കള് അല്ലെ വ്യക്തിഗതമായിട്ടുള്ള സ്വത്തുവകകള് എന്താണ് മോഷണം പോകുന്നു. പിന്നെന്താണ്? പേറോൾ തട്ടിപ്പ്. അതായത് പേറോൾ എന്താണ്? പേറോൾ അത് ശമ്പളവുമായി ബന്ധം അല്ലെ, സാലറീസുമായി ബന്ധപ്പെട്ടുള്ള ശമ്പള തട്ടിപ്പുകൾ ഉണ്ടായിരിക്കാം. പിന്നെ പഞ്ച് ടൈമിംഗ് ക്ലോക്കിൽ എന്താണ് കൃത്യമായിട്ടൊക്കെ പഞ്ച് ചെയ്യാതെ അതിലേക്ക് ചീറ്റ് ചെയ്തിട്ടായിരിക്കും അതില് എന്ത് നടത്തുന്നത്? തെഫ്റ്റ് നടത്തുന്നത്. പിന്നെ ക്യാഷ് തെഫ്റ്റ് വരുന്നത് അല്ലെ. ക്യാഷ് തെഫ്റ്റ് സാലറി എന്താണ് ക്യാഷ് ഭാഗത്തുള്ള, അതായത് മെയിൻ കാഷ്യറിൽ നിന്ന്, സബ്സിഡറി കാഷ്യറിൽ നിന്ന്, കഫ്റ്റീരിയ കാഷ്യറിൽ നിന്നൊക്കെ എന്താണ് ക്യാഷ് തെഫ്റ്റ് വരാം. പിന്നെന്താണ്? ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, വഞ്ചനാപരമായിട്ടുള്ള കുറച്ച് രീതികൾ എവിടെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, റിസീവ് ചെയ്യുന്ന സമയത്ത്, സ്റ്റോർ ചെയ്യുന്ന സമയത്തൊക്കെ സപ്ലൈസ് ഒക്കെ അവിടെയൊക്കെ എന്താണ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഉണ്ടാകുന്നത് വഴി ഹോസ്പിറ്റലിന് ലോസ് സംഭവിക്കുന്നു. പിന്നെ
രജിസ്റ്റേഴ്സിലും റെക്കോർഡ്സിലും ഒക്കെ എന്താണ് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉൾപ്പെടുത്തുന്നത് വഴിയാണ് ഒരു ഹോസ്പിറ്റലിനെ വൻ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്. നമ്മുടെ ക്ലാസ് ഏകദേശം കഴിയാറാവുന്ന ഒരു സമയമാകുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാട്ടോ. നിങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്, അതൊന്ന് കൺഫേം ആക്കിയിട്ട് പറയാന്ന് ഓർത്തിട്ടാണ്. സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. വെയിറ്റ്, സർപ്രൈസ്. ഞാൻ എപ്പോഴും സർപ്രൈസ് തരാറില്ല. പിന്നെയും സർപ്രൈസ്. ഇത് എന്റെ ഒരു സർപ്രൈസ് അല്ല, നിങ്ങൾക്കുള്ള സർപ്രൈസ്. നിങ്ങൾക്ക് സർപ്രൈസ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറെ പേർക്ക് ഇതിൽ ഭയങ്കര സർപ്രൈസ് ആയിരിക്കും അത്. നോക്കാം, വെയിറ്റ് ചെയ്യും. സർപ്രൈസ് ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ്ടേ, അതൊക്കെ അല്ലേ. എക്സാം ഡേറ്റ് കിട്ടിയതൊന്നുമല്ല, ഇപ്പൊ പറയുന്നതല്ല. ഓക്കെ, അപ്പൊ ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ് ലോസ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. എന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഇതൊന്നും മാത്രമല്ല, ഇതിൽ കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലോസസ് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഫിസിക്കൽ സെക്യൂരിറ്റി. മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ ഫിസിക്കൽ സെക്യൂരിറ്റി. ഇത് ലോസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇല്ലീഗൽ ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസുകൾ ഫിസിക്കൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതായത് ശാരീരികമായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ എന്തൊക്കെ മെത്തേഡ്സുകളൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് ഇൻട്രൂഷൻ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ. എന്തിൽ നിന്നുമാണ് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് ഇൻട്രൂഷൻ. ഇൻട്രൂഷൻ എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുക, അല്ലെ, അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റം എന്ന് പറയും. അതിക്രമം അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റം, അല്ലെങ്കിൽ ഔട്ട്സൈഡ്. ഇല്ലീഗൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലീഗൽ മൂവ്മെന്റ്സ്. ഇല്ലീഗൽ മൂവ്മെന്റ്സ്, ഇല്ലീഗൽ മൂവ്മെന്റ്, ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം അനധികൃതമായി എന്നൊക്കെ പറയല്ലേ, നിയമപരമല്ലാത്ത രീതിയിലുള്ളത് നമ്മൾ എന്ത് പറയുന്നത്? ഇല്ലീഗൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, അല്ലെ, നിയമപരമല്ലാത്തത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള തരത്തില് എന്താണ്? എന്തെങ്കിലും പുറത്തു നിന്ന്, അല്ലെ, ഗുഡ്സ് ഫ്രം വിത്തിൻ എന്നാണ് പറയുന്നത്, അല്ലെ. പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് ഇൻട്രൂഷൻ ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഇല്ലീഗൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വിത്തിൻ. അതായത് പുറത്തു നിന്നുള്ള നിർദ്ദേശങ്ങളിൽ നിന്നും അകത്തു നിന്നുള്ള അനധികൃത ചരക്ക് നീക്കത്തിൽ നിന്നും ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക. എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള ഗുഡ്സുമായോ അല്ലെങ്കിൽ സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. അതായത് ഇല്ലീഗൽ ആയിട്ടുള്ള നിയമപരമല്ലാത്ത കുറെ കാര്യങ്ങൾ അല്ലാതെ നടക്കുന്നത് മറ്റ് കമ്പനീസ് ഒക്കെ ആയിട്ടൊക്കെ. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് ഇതിപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന വഴി എന്താണ്? ഹോസ്പിറ്റലിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള മൂവ്മെന്റ്സിൽ നിന്നാണ് ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അതിന് വേണ്ട പ്രത്യേക നിയമങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഓൾറെഡി തന്നെ എന്താണ് ഹോസ്പിറ്റലിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ നിയമങ്ങൾ അനുശാസിക്കുന്നവർ തന്നെ ആയിരിക്കും ചിലപ്പോ എന്തെങ്കിലുമുള്ള ചതിക്കുഴികളോ അല്ലെങ്കിൽ മറ്റ് ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെട്ട് ഹോസ്പിറ്റലിനെ കുറെ പൈസയൊക്കെ അങ്ങനെ മുക്കുന്നവരുണ്ടാവും, അല്ലെ. തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും ഹോസ്പിറ്റലിനകത്ത് തന്നെ. അപ്പൊ മെയിൻ ഹെഡ് ഒക്കെ തന്നെ എന്താണ് മറ്റു ഹോസ്പിറ്റലുമായിട്ട് ഒരു ടൈപ്പുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലാതെ ഔട്ട്സൈഡിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള എന്തെങ്കിലും അതിക്രമങ്ങളിൽ നിന്നൊക്കെ ഹോസ്പിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അല്ലാതെ മൊത്തത്തിലെ ഒരു ഹോൾ ആയിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ് ഇത് ബാധിക്കുന്നത്. പിന്നീട് വരുന്നത് എന്താണ്? കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്. പിന്നെ എന്താണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഹ്യൂമൻ ട്രാഫിക് കൺട്രോൾ ചെയ്യണം. ആരൊക്കെയാണ് അതിൽ വരുന്നത്? ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എക്സെട്ര. എവിടേക്കാണ് നിയന്ത്രണം കൊണ്ടുവരേണ്ടത്? ട്രാഫിക്, അല്ലെ, ഹ്യൂമൻ ട്രാഫിക്കില്. അതുപോലെ തന്നെ ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ്. കോൺട്രാക്ടേഴ്സ് എന്താണ്? കോൺട്രാക്ടേഴ്സ്
കോൺട്രാക്ടേഴ്സ്. കരാറുകാരുണ്ട് അല്ലെ, ഹോസ്പിറ്റൽ ചിലപ്പോ എന്താണ് അതുമായി ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. പിന്നെ വെൻഡേഴ്സ് ആരാണ്? വെൻഡേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കച്ചവടക്കാരനെ അല്ലെങ്കിൽ കച്ചവടക്കാരൻ എന്നുള്ള മീനിങ്ങിലാണ് കേട്ടോ, വെൻഡേഴ്സ്. ഓക്കെ, മെഡിക്കൽ സപ്ലൈസ് എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ, അതുമായി ബന്ധപ്പെട്ടവർ, അവരെയൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരെയൊക്കെ എന്താണ്, അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ എന്താണ്, അവരെ കുറിച്ച് നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്, ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എക്സെട്ര. ഓക്കെ, ഇതൊക്കെ ഫിസിക്കൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഹോസ്പിറ്റലിലെ ഫിസിക്കൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്താ, ശാരീരികമായിട്ടുള്ള സുരക്ഷ അല്ലെ, മറ്റ് അവിടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഉള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നത്. ഒന്നെന്താണ്, ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ്സ് നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടത്. പിന്നീട് എന്താണ്, വ്യക്തി കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലായിരിക്കും പ്രത്യേക സംരക്ഷണങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഹോസ്പിറ്റലിൽ പ്രത്യേക എൻട്രീസ് ഉണ്ടായിരിക്കും അല്ലെ, ഇന്ന ആൾക്കാർ ഇങ്ങനെ അസലിനുള്ളിൽ മാത്രമായിരിക്കും എക്സിറ്റ് പോയിന്റും എൻട്രി പോയിന്റും ഒക്കെ ഉണ്ടായിരിക്കും. അതായിരിക്കൊക്കെയാണ് സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ് ഫോർ സ്റ്റാഫ് അല്ലെ. സ്റ്റാഫുകൾക്ക് പ്രത്യേക എൻട്രി പോയിന്റ് ഉണ്ടായിരിക്കും, എക്സിറ്റ് പോയിന്റ് ഉണ്ടാകും. Then patients and visitors and vendors. Patients, visitors and vendors. Then salesperson. Then delivery people and contractors. ഇത്ര ആൾക്കാർക്ക് എന്താണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ് പ്രത്യേകം കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഫിസിക്കൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഫിസിക്കൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇന്റേണൽ കൺട്രോൾ ആണ്. ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്നതാണ്? ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന അല്ലെ, ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പ്രത്യേകമായിട്ടും എന്താണ്, സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും അതുപോലെ തന്നെ എന്താണ് ഡെലിവറി പീപ്പിൾക്കും സെയിൽസ്മാനൊക്കെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ അവരുടെ ഫിസിക്കൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് പ്രത്യേകമായ എൻട്രിയും എക്സിറ്റ് പോയിന്റും നിർണ്ണയിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അടുത്ത പ്രൊട്ടക്ഷൻ എന്തൊക്കെയുമായി ബന്ധപ്പെട്ടാണെന്ന് നോക്കാം കേട്ടോ. ഇതെല്ലാം ഫിസിക്കൽ സെക്യൂരിറ്റി ആണ് ഇനി പറയുന്നത് കേട്ടോ. ഫിസിക്കൽ സെക്യൂരിറ്റീസില് ഇന്റേണൽ കൺട്രോൾസിലെ കാര്യങ്ങളാണ്, ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കുറച്ച് സുരക്ഷാ നടപടികളാണ് നമ്മൾ പറയുന്നത്. അടുത്ത പോയിന്റ് വരുന്നത് എന്താണ്? ഐഡന്റിഫൈ, സ്ക്രൂട്ടനൈസ് ആൻഡ് ഗൈഡ് ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക് സച്ച് ആസ് വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾഡ് ഗേറ്റ്സ്. എന്താണ് ഐഡന്റിഫൈ, സ്ക്രൂട്ടനൈസ് ആൻഡ് ഗൈഡ്. എന്താണ് സ്ക്രൂട്ടനൈസ് പറഞ്ഞാല് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക കേട്ടോ, സൂക്ഷ്മ പരിശോധന. ആരൊക്കെ ആയിരിക്കണം സൂക്ഷ്മ പരിശോധനക്ക് വിധേയമാക്കേണ്ടത്? നോൺ പേഷ്യന്റ് അല്ലെ, സൂക്ഷ്മമായിട്ട് ആരെയൊക്കെ പരിശോധിക്കണം? നോൺ പേഷ്യന്റ്. നോൺ പേഷ്യന്റ് ആരാണ്? നോൺ പേഷ്യന്റ് വായിച്ചു നോക്കട്ടോ. ശബ്ദം ഉണ്ടോ? എന്താണ് പോയിന്റിൽ പറയുന്നത്? പോയോ നിങ്ങള്? ഹലോ, ഇവിടെ എന്താ പറയുന്നത്? കൺട്രോൾ എക്സിക്യൂട്ട്, ഐഡന്റിഫൈ, സ്ക്രൂട്ടനൈസ് ആൻഡ് ഗൈഡ് ദ നോൺ പേഷ്യന്റ് ആൻഡ് നോൺ വിസിറ്റർ ട്രാഫിക്.
നോൺ പേഷ്യന്റ് നോൺ വിസിറ്റേഴ്സ് എന്താണ് പറയുന്നത്? പേഷ്യൻസ് അല്ലാത്തവരല്ല, അവരുടെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള്. പേഷ്യൻസ് അല്ലാത്തവർ അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെ വിസിറ്റേഴ്സ് അല്ലാത്തവരെ പ്രത്യേകം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലേ? അങ്ങനെയുള്ളവരെന്താണ് അവരെ പ്രത്യേകിച്ച് ആരൊക്കെയാണ്? വെൻഡേഴ്സ് അറ്റ് ദ കൺട്രോൾഡ് ഗേറ്റ്സ്. വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുണ്ടായിരിക്കും അല്ലെ, എന്തെങ്കിലും ഇപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോ ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. ചിലപ്പോ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുമായി വരുന്നവരായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും കമ്പനീസിന്റെ ഒക്കെ പേരൊക്കെ പറഞ്ഞു വരുന്നവരായിരിക്കാം. പക്ഷെ എന്തെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് മോഷണം ചെയ്യാനോ എന്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിക്കാനോ ഒക്കെ ആയിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എന്താണ് പ്രത്യേകിച്ച് അവരെ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? വിവിയൻ ജോസ്, സ്ക്രൂട്ടനൈസ് ചെയ്യണം അല്ലെ, സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അല്ലെ, അവരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ അവരെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളായിട്ട് വരുന്നവരായിരിക്കാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടി അല്ലെ, പ്രത്യേകമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കണം. ഓക്കെ. ആ വീട്ടിൽ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില CCTV ഉപയോഗിച്ചിട്ട് എന്താണ് പ്രത്യേകം അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ. ആ എൻട്രൻസിന്റെ ടൈമിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് കാണുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു മോഷണമായിട്ടോ തട്ടിപ്പായിട്ടോ വരുന്നവരായിരിക്കാം. ഓക്കെ. Then prohibit pedestrian traffic through unloading dock, receiving area, more exit truck gates. ടെക്സ്റ്റിൽ അങ്ങനെ തന്നെയാണോ എടുക്കുന്നത്? സെക്കൻഡ് പോയിന്റ്, prohibit pedestrian traffic through unloading dock. ഓക്കെ. യെസ്. അപ്പൊ എന്താ പറയുന്നത്? ഏത് പ്ലേസസിൽ കൂടിയാണ് പെഡസ്ട്രിയൻ ട്രാഫിക് നിരോധിക്കുക എന്ന് പറയുന്നത്? പെഡസ്ട്രിയൻ ട്രാഫിക് എന്താണ്? കാൽനടക്കാരല്ലേ, കാൽനടക്കാരായിട്ടുള്ള യാത്രികരെ ഏതിൽ കൂടിയാണ് അവരെ ബ്ലോക്ക് ചെയ്യേണ്ടത്? അൺലോഡിംഗ് ബ്ലോക്ക്. അതിൽ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ലോഡ്സ് ഒക്കെ കൊണ്ടുപോകുന്നത്. അതായത് എന്താണ് അൺലോഡിംഗ് ലോക്ക് എന്ന് പറഞ്ഞാൽ? എന്താ അൺലോഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ? അൺലോഡിംഗ് ബ്ലോക്ക് ഇറക്കുന്ന, അൺലോഡ് ചെയ്യുന്ന അല്ലെ, ഗുഡ്സുകളൊക്കെ അൺലോഡ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ടായിരിക്കും. അതുപോലെ റിസീവിങ് ഏരിയ ഉണ്ടായിരിക്കും അല്ലെ. പിന്നെ മോർക്ക് എന്താണ്? മോർച്ചറി അല്ലെ. മോർക്ക് എന്താണ്? മോർച്ചറി. Then exit and truck gates. അതുപോലെ എന്താണ്? മോർക്ക്, എക്സിറ്റ് ആൻഡ് ട്രക്ക് ഗേറ്റ്സ് എന്താണ്? അതായത് ഇങ്ങനെ അൺലോഡ് ചെയ്യുന്ന ഏരിയ ഉണ്ടായിരിക്കും, റിസീവ് ചെയ്യുന്ന ഏരിയ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മോർച്ചറി, അതേപോലത്തുള്ള ആ പ്ലേസസിൽ കൂടി എന്താണ് പെഡസ്ട്രിയൻ ട്രാഫിക്കുകൾ എന്താണ് പ്രൊഹിബിറ്റ് ചെയ്യണമെന്നാണ്. എന്നിവയിലൂടെയുള്ള ആ പെഡസ്ട്രിയൻ ആരാണ്? കാൽനടക്കാരുടെ ആ യാത്ര എന്താണ് നിരോധിക്കണം എന്നാണ് പറയുന്നത് അല്ലെ. അത്തരത്തിലുള്ള ഏരിയാസിൽ കൂടി ചില ഹോസ്പിറ്റലിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ ഏരിയാസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടായിരിക്കും അല്ലെ. അതിൽ കൂടി നടക്കരുത് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ അവിടെ വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഏരിയാസിൽ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഗുഡ്സ് ഒക്കെ അൺലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഏരിയാസിലൊക്കെ എന്താണ് ആൾക്കാർ പോവാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പ്ലേസസിൽ കൂടി എന്താണ് കാൽനടക്കാരെ പ്രത്യേകമായിട്ട് നിരോധിച്ചിരിക്കണം. ഓക്കെ. Then അടുത്തത് എന്താണ്? കൺട്രോൾ വെഹിക്കിൾ ലൈക്ക് ഡെലിവറി ട്രക്സ്, എക്സെട്ര ആൻഡ് ചെക്ക് ഔട്ട്ഗോയിങ് വെഹിക്കിൾസ്. കൺട്രോൾ വെഹിക്കിൾ ലൈക്ക് ഏതൊക്കെ വെഹിക്കിൾ ആണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഡെലിവറി ട്രക്സ് ആൻഡ് ചെക്ക് ഔട്ട്ഗോയിങ് വെഹിക്കിൾസ്. എന്താ പറയുന്നത്? കൺട്രോൾ വെഹിക്കിൾ ലൈക്ക് ഡെലിവറി ട്രക്സുകൾ അല്ലെ. ഡെലിവറി ട്രക്സുകളൊക്കെ കൺട്രോൾ ചെയ്യണം, അതൊക്കെ പ്രത്യേകമായിട്ട് നിരോധിക്കണം, നിയന്ത്രിക്കണം. പിന്നെന്താണ്? ഔട്ട് ഗോയിങ് വെഹിക്കിൾസ്. ഔട്ട് ഗോയിങ് വെഹിക്കിൾസ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതാണ് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ് ഉദ്ദേശിക്കുന്നത്?
ഔട്ട് ഗോയിങ് വെഹിക്കിൾസ് എന്താണ്? ഔട്ട് ഗോയിങ് പുറത്തോട്ട് പോകുന്ന വാഹനങ്ങളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. പുറത്തുനിന്ന് വരുന്നതാണോ? പുറത്തുനിന്ന് വരുന്ന വെഹിക്കിൾസ് പ്രത്യേകം ചെക്ക് ചെയ്തിട്ട് വേണം എന്താ അതിലേക്ക് കയറ്റേണ്ടത്. അവിടെയും എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പരിചയമില്ലാത്ത വെഹിക്കിൾ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസുമായിട്ട് വരുന്ന പുറത്തുനിന്ന് വരുന്ന അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ പ്രതിരോധിക്കുന്നതിനാണ് എന്താണ് ഔട്ട് ഗോയിങ് വെഹിക്കിൾസ് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡെലിവറി ട്രക്സുകൾ കൃത്യമായിട്ട് ഡെലിവറി വെഹിക്കിൾ ട്രക്സുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൺട്രോളും ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് നമുക്കറിയാം അല്ലെ, ഇലക്ട്രോണിക് സർവൈലൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഓഫ് സ്ട്രാറ്റജീസ് ആൻഡ് സെൻസിറ്റീവ് ഏരിയ ത്രൂ CCTV. ഇലക്ട്രോണിക് സർവൈലൻസ് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്? CCTV എന്തിനു വേണ്ടിയിട്ടാണ്? സെൻസിറ്റീവ് ഏരിയാസിൽ അല്ലെ. സെൻസിറ്റീവ് ഏരിയാസ് എന്നോട് പറയുന്നത് എന്താണ്? സെൻസിറ്റീവ് ഏരിയാസ് ഹോസ്പിറ്റലിന്റെ മിക്ക പരിസരങ്ങളും എന്തിന്റെ കീഴിലായിരിക്കും? ഒരു CCTVയുടെ അണ്ടറിലായിരിക്കും അല്ലെ. എല്ലാ പ്ലേസസും മിക്കവാറും എല്ലാ പ്ലേസസും എന്തായിരിക്കും? CCTVയുടെ എന്താണ് നിയന്ത്രണത്തിലായിരിക്കും അല്ലെ. നമ്മൾ കാണാറുണ്ട് ഇവരുടെ സർവൈലൻസ് നിങ്ങള് ക്യാമറ നിരീക്ഷണത്തിലാണെന്നുള്ള ഒരു ബോർഡ് നമ്മൾ കാണാറില്ലേ? കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ നിങ്ങൾ? ഓക്കെ, അത് ഏകദേശം എല്ലാ മിക്ക ഏരിയാസിലും എന്തായിരിക്കും? CCTV വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെന്താണ്? ഇൻസ്റ്റാൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റം. യു ആർ അണ്ടർ CCTV. യെസ്, ഇൻസ്റ്റാൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാറം സിസ്റ്റംസ്. പിന്നെ എന്തൊക്കെയാണ് ഫിസിക്കൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്? ഇൻസ്റ്റാൾ ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അലാം സിസ്റ്റം. എന്താണത്? അലാം സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്യുക. എന്തെങ്കിലും ലോക്സ്, അതായത് ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് മാത്രം അറിയുന്ന രീതിയിൽ ഉള്ള എന്താണ് എന്തെങ്കിലും ഡിവൈസസുകൾ അല്ലെങ്കിൽ അലാറം സെറ്റിംഗ്സ്. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചു അല്ലെ, പേഴ്സണൽ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത്, ഫയർ ഉണ്ടാകുന്ന സമയത്തൊക്കെ എന്താണ് നമ്മൾ ആ കോഡ് പുറപ്പെടുവിക്കുന്ന കുറെ ലോക്കിംഗ് ഡിവൈസസ് ഉണ്ടായിരിക്കും അല്ലെ. കോഡ് ഓപ്പൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ എന്താണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എമർജൻസി അലാറം സെറ്റ് ചെയ്യുക. പിന്നെ ഇഷ്യൂ വിസിറ്റർ പാസ് ഇഷ്യൂ വിസിറ്റർ പാസസ്. സന്ദർശകർക്ക് വേണ്ടിയിട്ട് പ്രത്യേക തരത്തില് പാസുകൾ ഉൾപ്പെടുത്തുക. നമ്മളൊരു പേഷ്യന്റിനെ കാണുന്നതിനായിട്ട് നമുക്ക് അഡ്മിറ്റ് ആയ പേഷ്യൻസിനെ കാണുന്ന എന്താണ് പാസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അകത്ത് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, എന്താണ് ഇഷ്യൂ വിസിറ്റർ പാസസ്. സന്ദർശകർക്ക് പ്രത്യേക രീതിയിലുള്ള പാസുകൾ അനുവദിക്കുക. അപ്പൊ ഒരു സമയം ഒരാൾക്ക് മാത്രം ഒരിക്കലും കയറി കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് എന്ത് പാസസ് ഉൾപ്പെടുന്നത്. ഇഷ്യൂ വിസിറ്റർ പാസ് എന്ന് പറഞ്ഞാൽ സന്ദർശകർക്ക് വേണ്ടിയിട്ട് പാസ് കൊടുക്കും. നമ്മള് അഡ്മിറ്റ് ആയ പേഷ്യൻസിനെ കാണാൻ നമുക്ക് പാസ് ഉണ്ടെങ്കിലല്ലേ കയറാൻ പറ്റുള്ളൂ. പാസ് എന്ന് വെച്ചിട്ട് കാണാനായിരിക്കും. ഇന്ന ടൈമിനുള്ളിൽ കയറണം. അത് കഴിഞ്ഞ ആ ടൈമിനുള്ളിൽ ആ സന്ദർശക വിസിറ്റേഴ്സ് കണ്ട് പേഷ്യന്റിനെ കണ്ട് തിരിച്ചിറങ്ങാനുള്ള ടൈം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഇഷ്യൂ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ ആയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങള് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെന്താണ് പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദ ഇഷ്യൂ ഓഫ് കീസ്, ഓതറൈസേഷൻ നെസസറി ടു ഇഷ്യൂ കീസ്. Procedure for and control over the issues of keys. എന്ത് കീസ് ആണ് പറയുന്നത് ഇവിടെ? കീസ്. ഇവിടെ എന്ത് കീയുടെ കാര്യം പറയുന്നേ? ഇഷ്യൂസ് ഓഫ് കീ എന്ന് പറയുന്നത് എന്താണ്? കൺട്രോൾ കീ. ഓക്കെ, കൺട്രോൾ കീ എന്തൊക്കെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതാണ്?
കീ നൽകുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സോ അല്ലെങ്കിൽ ഓരോ റൂംസുകളോ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാണ്. അതിന് ഓരോരോ റൂംസിന് ഓരോരോ കീസ് ഉണ്ടായിരിക്കും അല്ലെ. അത് നിയന്ത്രിതമായിട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും എന്തത് കീസുകൾ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് മാത്രമായിരിക്കും അതിന്റെ എന്താണ് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വേറൊരു തരത്തിലുള്ള മറ്റു എന്താണ് അധികൃതമായിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പ്രത്യേകം ഉദ്ദേശിച്ചിട്ടുള്ള പേഴ്സണൽസിന് മാത്രമായിട്ട് കീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് അവരുടെ സംരക്ഷണത്തിലായിരിക്കും എന്ത്, ഏത് റൂം ആയിക്കോട്ടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അവരുടെ സംരക്ഷണത്തിലായിരിക്കും ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, then lockers and lockable cabinets for staff against personal property theft. Lockers and lockable cabinets for staff against personal property theft. എന്താ പറയുന്നത്? ലോക്കേഴ്സ് ആൻഡ് ലോക്കബിൾ ക്യാബിനറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? ലോക്കറുകളും ലോക്കർ ക്യാബിനറ്റുകളും എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യേകിച്ച് സ്റ്റാഫുകൾക്ക് അല്ലെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസുകൾ ഒന്നും തന്നെ നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ലോക്കബിൾ ക്യാബിനറ്റ്സുകൾ തയ്യാറാക്കേണ്ടത് അല്ലെ. അവരുടെ പേഴ്സണൽ സെക്യൂരിറ്റി, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പേഴ്സണൽ പ്രോപ്പർട്ടീസ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക്കേഴ്സും ലോക്കൽ ക്യാബിനറ്റ്സുകളൊക്കെ തയ്യാറാക്കേണ്ടത്. ഓക്കെ, പേഴ്സണൽ പ്രോപ്പർട്ടീസുകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾസ്. പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾസ് എന്താണ്? രോഗികളുടെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും തന്നെ എന്താണ് നഷ്ടമാവാതെ സുരക്ഷിതമാക്കി വെക്കണം അല്ലെ. ഇതിന് പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. രോഗികളുടെ വിലപിടിച്ചുള്ള സാധനങ്ങൾ എന്താണ് സുരക്ഷിതമാക്കുക. പ്രൊവിഷൻ ഓഫ് എ സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾസ്. Okay. Then secured cabin for cashiers with a panic button. Secured cabin for cashiers with a panic button. Secured cabin എന്തിനാണ്? Secured cabin സെക്യൂർഡ് ക്യാബിൻ എന്തിനു വേണ്ടിയിട്ടാണ്? കാഷ്യേഴ്സിനൊക്കെ എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും ഒരു പാനിക് ബട്ടൺ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊരു പാനിക് ബട്ടൺ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് അപകട സൈലത്തിന്റെ ഒരു സ്വിച്ച് ആണത് അല്ലെ. പാനിക് ബട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പാനിക് ബട്ടൺ തയ്യാറാക്കേണ്ടത്. സെക്യൂർഡ് ഫോർ ക്യാബിൻ ഫോർ കാഷ്യേഴ്സ് പ്രത്യേകമായിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? കാഷ്യേഴ്സിന് വേണ്ടിയിട്ട് അല്ലെ, ഹോസ്പിറ്റൽ കാഷ്യേഴ്സിന് വേണ്ടിയിട്ടാണ് പാനിക് ബട്ടൺ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്, ഇത് അപകട സൈലത്തിന്റെ ഒരു സ്വിച്ച് ആണ് എന്ത് പാനിക് ബട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് കാഷ്യേഴ്സിന്റെ ക്യാബിൻസിൽ എന്തുണ്ടായിരിക്കും? ആ പാനിക് ബട്ടൺ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. എന്തെങ്കിലും ആക്രമണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യുന്നതായിരിക്കും. Then provide roll-up shutters or grills at strategic spaces for nighttime protection. Provide roll-up shutters or grills. ഹോസ്പിറ്റലിൽ നമ്മൾ ഷട്ടേഴ്സും ഗ്രിൽസും ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുന്നത് കണ്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാണത്? പ്രത്യേകിച്ച് നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടില്ലേ? രാത്രി കാലങ്ങളിൽ അകത്ത് പുറത്തു നിന്ന് ആരെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ആക്രമണങ്ങളൊക്കെ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിൽ ഗ്രില്ല് ക്ലോസ് ചെയ്തിട്ടുണ്ടായി. ഗ്രില്ലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഷട്ടറുകളായിരിക്കും ഇടുന്നത്. കണ്ടിട്ടില്ലേ നമ്മള് ഹോസ്പിറ്റലില്? പ്രത്യേകിച്ച് അത് രാത്രി കാലങ്ങളിലാണ് അത്തരത്തില് ഹോസ്പിറ്റൽ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും എന്താണ് അത് പ്രൊട്ടക്ഷന് വേണ്ടി ആ ഗ്രില്ലുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ റോളപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റോളപ്പ് ചെയ്ത ഫെസിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഷട്ടേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രില്ലായിരിക്കും. യെസ്, സോറി, റോളപ്പ് ഷട്ടേഴ്സുകൾ. ഷട്ടർ കണ്ടിട്ടില്ലേ നമ്മള്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? സ്ട്രാറ്റജീസ് പ്ലേസസ് ഫോർ നൈറ്റ് പ്രൊട്ടക്ഷൻ ആണ്. രാത്രി കാലങ്ങളിൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ ഷട്ടേഴ്സും ഗ്രിൽസുകളും ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയും പറയാണ് എന്താ ഇന്റേണൽ കൺട്രോൾ മെത്തേഡ്സുകളാണ് ഇതെല്ലാം. ഓക്കെ, ഗ്രില്ലിന്റെ ഗേറ്റ് ഉണ്ടായിരിക്കും,
ഗ്രില്ലിന്റെ ഗേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് എന്താണ്? ഇന്റേണൽ കൺട്രോൾ ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ വരുന്നതാണ് അല്ലെ. ഇനി പ്രൊസീജിയർ സെക്യൂരിറ്റി. പ്രൊസീജിയർ സെക്യൂരിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത്? മെത്തേഡ്സ് ഓഫ് ഇന്റേണൽ കൺട്രോളിൽ തന്നെ പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന സുരക്ഷാ നടപടികൾ അല്ലെ. നടപടിക്രമ സുരക്ഷകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരുന്നു? എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് them to all employees. Establish service rules and communicate them to all employees. എന്താണ്? സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിയമങ്ങളും എന്താണ്? എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് എല്ലാ എംപ്ലോയീസിനും എന്താണ്? എന്ത് ചെയ്യണം? എല്ലാ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സർവീസ് റൂൾസുകൾ കൊണ്ടുവരുന്നത് അല്ലെ. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് them to all employees. എല്ലാ എംപ്ലോയീസുമായിട്ട് എന്താണ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് സർവീസ് റൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് എല്ലാ എംപ്ലോയീസിനും എന്താണ് സാധിക്കുന്ന രീതിയിൽ അല്ലെ സർവീസ് നിയമങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ആയിട്ട് ആ നിയമങ്ങളെ കുറിച്ച് എല്ലാ എംപ്ലോയീസിനും ഒരു അറിവ് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അവർക്കുമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, then establish policies and procedure for all departments. Establish policies and procedures for all departments. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും വേണ്ടിയിട്ട് എന്താണ്? പ്രത്യേകമായിട്ടുള്ള പോളിസീസും പ്രൊസീജിയേഴ്സും ഒക്കെ എന്താണ്? എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. പിന്നെ എസ്റ്റാബ്ലിഷ് കമ്മിറ്റീസ്. വിവിധ തരത്തിലുള്ള കമ്മിറ്റികളെ രൂപീകരിക്കണം. എന്തൊക്കെയാണ്? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്പിസ്റ്റ് കമ്മിറ്റി. ഇതിന് വേണ്ടിയിട്ടാണ് പ്രൊസീജിയർ സെക്യൂരിറ്റി അല്ലെ. നടപടിക്രമത്തിലുള്ള സുരക്ഷകൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഓരോ പ്രൊസീജിയർ സുരക്ഷാ നടപടികൾ കൊണ്ടുവന്നിരിക്കുന്നില്ലേ. അതൊക്കെ ആദ്യത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് അല്ലെ. വിവിധ തരത്തിലുള്ള സർവീസ് റൂൾസുകൾ തയ്യാറാക്കപ്പെടുക. അത് എല്ലാ എംപ്ലോയീസിനെയും കൃത്യമായിട്ട് അത് അറിയിക്കണം. പിന്നെന്താണ്? establish policies and procedures for all departments. എല്ലാ ഡിപ്പാർട്ട്മെന്റിനുമായിട്ട് എന്താണ്? പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കണം. പിന്നെ വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ സ്ഥാപിച്ചിരിക്കണം. ഏതൊക്കെ കമ്മിറ്റീസ് ആണ്? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്പിസ്റ്റ് കമ്മിറ്റി. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്? എസ്റ്റാബ്ലിഷ് accountability and control overflow of hospital supplies and materials, particularly receiving functions. Establish accountability and control overflow of hospital supplies and materials, particularly receiving functions. Establish അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി അതായത് ഹോസ്പിറ്റൽ സപ്ലൈസ് മെറ്റീരിയൽസുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഉത്തരവാദിത്വം സ്ഥാപിക്കണം അല്ലെ. എന്തുമായി ബന്ധപ്പെട്ടാണ്? ഓവർഫ്ലോ ഓഫ് ദ ഹോസ്പിറ്റൽ സപ്ലൈസ് അല്ലെ. കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ദ സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ് പെർട്ടിക്കുലർ റിസീവിംഗ് ഫങ്ഷൻസ്. അതായത് ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ഓവർഫ്ലോ ഓഫ് ദ ഹോസ്പിറ്റൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ ഒഴുക്കാണ് പറയുന്നത്? സപ്ലൈസിന്റെയോ അല്ലെങ്കിൽ മെറ്റീരിയൽസിന്റെയോ ഒക്കെ അല്ലെ. അനിയന്ത്രിതമായിട്ടുള്ള ഒഴുക്ക് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം? പ്രത്യേക രീതിയിലുള്ള ഉത്തരവാദിത്വപൂർവ്വം ഏറ്റെടുത്തിട്ടായിരിക്കണം ആ സപ്ലൈസ് മെറ്റീരിയൽസിന്റെ കാര്യങ്ങൾ അതിന്റെ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടത്. അതായത് അക്കൗണ്ടബിലിറ്റി പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം സ്ഥാപിക്കുകയും ഹോസ്പിറ്റൽ സപ്ലൈകളും സാധനങ്ങൾ മെറ്റീരിയൽസും ഒക്കെ എന്താണ്? കൃത്യമായ ഒരു നിയന്ത്രണത്തിലായിരിക്കണം അത് അതിന്റെ ഫങ്ഷൻസ് കൊണ്ടുപോകേണ്ടത്. അനിയന്ത്രിതമായിട്ട് പോകുന്നതനുസരിച്ച് എന്താണ്? അവിടെ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അൺകൺട്രോൾഡ് ആയിട്ട് പ്രൊസീജിയേഴ്സിലായിരിക്കും അത്തരത്തില് സപ്ലൈസ് ഒക്കെ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എന്താണ് പ്രവർത്തിക്കപ്പെടുന്നത്. ഓക്കെ, ഒരു കൺട്രോളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് പൂർണ്ണമായ ഒരു ഉത്തരവാദിത്തത്തോടെ മാത്രമായിരിക്കണം എന്ത് ഹോസ്പിറ്റൽ എല്ലാ സപ്ലൈസും മെറ്റീരിയൽസും കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, വളരെയധികം റെസ്പോൺസിബിലിറ്റിയോടെ.
പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ എന്താണ്? ഇൻവെന്ററി എന്താണ്? വിവര പട്ടിക, വിവരങ്ങളുടെ ഒരു പട്ടിക അല്ലെ, ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വിവര സൂചിക ഉണ്ടായിരിക്കും അല്ലെ. വിവര പട്ടിക, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. അപ്പോൾ ഹോസ്പിറ്റലിലെ മറ്റ് നടപടിക്രമങ്ങളുമായി വരുന്ന ആ ഒരു വിവര പട്ടിക അല്ലെ, ആ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആ ഒരു ടേബിൾ എന്താണ്, അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായ രീതിയിലായിരിക്കണം നടപ്പാക്കപ്പെടേണ്ടത്. ഓക്കെ, പിന്നെ എസ്റ്റാബ്ലിഷ് well formulated procedures for requisition, purchase, intent, supply and distribution. ഇതുപോലെ എന്താണ്? Establish well formulated procedures for requisition, purchase, intent, supply and distribution. അതായത് സപ്ലൈസിന്, അതായത് സാധനങ്ങളുടെ സപ്ലൈസ്, അതായത് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക, ഇന്റൻസുകള് ഡിസ്ട്രിബ്യൂഷൻ വിതരണം ചെയ്യുക എന്നിവയ്ക്കുള്ള നടപടികളെ കൃത്യമായിട്ട് സ്ഥാപിക്കേണ്ടതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എങ്കിൽ പർച്ചേസുമായിട്ട് സപ്ലൈസുമായിട്ട് വരുന്ന വാങ്ങൽ, വാങ്ങൽ, വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, വിതരണം, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യപ്പെടണം. അതായത് അതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്ഥാപിക്കുക. Then conduct surprise checks of all departmental inventories. Conduct surprise checks of all department inventories. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇൻവെന്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്ക് സർപ്രൈസ് ചെക്സ് നടത്തുക അല്ലെ. പെട്ടെന്ന്, അതായത് ഒരു പ്രഡിക്ഷൻ ഇല്ലാതെ, പ്രത്യേകമായ ഒരു തീരുമാനങ്ങളില്ലാതെ എത്രയും എന്താണ് സർപ്രൈസ് ആയിട്ട് വന്നുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റ്സിന് മറ്റ് എല്ലാ വിവരങ്ങളും, എല്ലാ വിവരപ്പട്ടികളും എന്താണ്, ഇൻവെന്ററീസ് എല്ലാനും പ്രത്യേകമായ രീതിയിൽ ഒരു ചെക്ക് അല്ലെ. ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഇൻസ്പെക്ഷൻ ചെയ്യാന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. ഇൻസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്പെക്ഷൻ എന്താണ് ചെയ്യുന്നത്? ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അതിക്രമങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്ന് നിയമാനുസൃതമായിട്ട് അല്ലെങ്കിൽ ഇല്ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നടത്തുന്നോ എന്നതിന് വേണ്ടിയിട്ടാണ് സർപ്രൈസ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ വിവരപ്പട്ടികൾ എന്താണ് സർപ്രൈസ് ആയിട്ട് ചെക്ക് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇന്റേണൽ കൺട്രോൾസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? എസ്റ്റാബ്ലിഷ് സർവീസ് റൂൾസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ഓൾ ടു എംപ്ലോയീസ്. സർവീസ് റൂൾസുകളെ സർവീസ് റൂൾസുകളെ കൃത്യമായിട്ട് സ്ഥാപിക്കാൻ എല്ലാ എംപ്ലോയീസിനെയും അറിയിച്ചിരിക്കേണ്ടതാണ്. പിന്നെ എസ്റ്റാബ്ലിഷ് പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വേണ്ടി പ്രത്യേകമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയേഴ്സുകളും സ്ഥാപിക്കേണ്ടതാണ്. അടുത്തത് എസ്റ്റാബ്ലിഷ് കമ്മിറ്റീസ്. വിവിധ തരത്തിലുള്ള കമ്മിറ്റികൾ സ്ഥാപിക്കേണ്ടതാണ്. ഏതൊക്കെ കമ്മിറ്റീസ് ആണ്? പർച്ചേസ് കമ്മിറ്റി, ഫാർമസി ആൻഡ് തെറാപ്പറ്റിസ്റ്റ് കമ്മിറ്റി. Then establish accountability and control overflow of hospital supplies and materials, particularly receiving functions. ഹോസ്പിറ്റലിലെ സപ്ലൈസിന്റെയും മെറ്റീരിയൽസിന്റെ ഓവർഫ്ലോ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതലും എന്താണ് പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി ആയിരിക്കണം എന്ത് അത്തരത്തിലുള്ള ആ സപ്ലൈസിന്റെയും മെറ്റീരിയൽസിന്റെയും കൺട്രോൾ ചെയ്യേണ്ടത്. വളരെയധികം ഉത്തരവാദിത്വപൂർണ്ണമായിരിക്കണം അത് കൺട്രോൾ ചെയ്യേണ്ടത്. അതായത് ഓവർഫ്ലോ ഉണ്ടാവാതെ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വെച്ചിട്ടായിരിക്കണം. സപ്ലൈസിൽ ഓവർഫ്ലോയും ഉണ്ടാവാതെ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ വെച്ചിട്ടായിരിക്കണം എന്ത് ഹോസ്പിറ്റലിലെ മറ്റ് സപ്ലൈസിന്റെ മെറ്റീരിയൽസിന്റെ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കേണ്ടത്. പിന്നെന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെന്ററി കൺട്രോൾ പ്രൊസീജിയർ എന്താണ്? ഹോസ്പിറ്റലിന്റെ വിവര പട്ടികകൾ അല്ലെ, അതിന്റെ
കൺട്രോൾസുകൾ അതിന്റെ വിവരപ്പട്ടികയുടെ ഇൻവെന്ററീസിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ് കൺട്രോൾ ചെയ്യേണ്ടതാണ്. പിന്നെന്താണ് എസ്റ്റാബ്ലിഷ് വെൽ ഫോർമുലേറ്റഡ് പ്രൊസീജിയേഴ്സ് ഫോർ എന്തിനാണ് വെൽ ഫോർമുലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉൾപ്പെടുന്നത് ഫോർ റിക്വസിഷൻ, പർച്ചേസ്, ഇന്റന്റ് ആൻഡ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഹോസ്പിറ്റലിലെ സപ്ലൈ സ്വീകരിക്കുന്ന മറ്റു ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്? അതായത് ഒന്ന് റിക്വസിഷൻ, സാധനങ്ങളുടെ റിക്വസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് റിക്വസിഷൻ? റിക്വസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിക്വസിഷൻ അല്ലേ? ഓക്കെ, സപ്ലൈസ് റിക്വസ്റ്റ് ചെയ്യുക, അതിനെ അഭ്യർത്ഥിച്ച് വാങ്ങിക്കുക അല്ലേ? അതുപോലെ പർച്ചേസ് ചെയ്യുക, ഇന്റന്റ് സപ്ലൈ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ അത്തരത്തില് സാധന സാമഗ്രികളുടെ എല്ലാ തരത്തിലുള്ള സപ്ലൈസിന്റെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ്. ഓക്കെ, പിന്നെ കണ്ടക്ട് സർപ്രൈസ് ചെക്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇൻവെന്ററീസുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരപ്പട്ടികളും സർപ്രൈസ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ഒരു സർപ്രൈസ് ചെക്ക് കണ്ടക്ട് ചെയ്യേണ്ടതാണ് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. ഓക്കെ, യെസ്. അപ്പോ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞു. ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. പറഞ്ഞല്ലേ ഹൗ ദ ഹോസ്പിറ്റൽ സഫേഴ്സ്, ഹോസ്പിറ്റലിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അടുത്ത് നോക്കിയേ, ഇത് കംപ്ലീറ്റ് പറഞ്ഞല്ലേ? 2 പ്രാവശ്യം പറഞ്ഞതാണ്. എംപ്ലോയ്മെന്റ് പ്രിവിലേജസ്, കിക്ക്ബാക്സ് ആൻഡ് കൊല്യൂഷൻ എക്യുപ്മെന്റ് തെഫ്റ്റുകള്, പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, പേറോൾ ഫ്രോഡ് ആൻഡ് തെഫ്റ്റ്, ക്യാഷ് തെഫ്റ്റ്, ഫ്രോഡുലന്റ് പ്രാക്ടീസസ്, ഫ്രോഡ് ഇൻ രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സ്, ബില്ലിംഗ് കമ്പ്യൂട്ടർ ഫ്രോഡ്സ്. ഹോസ്പിറ്റൽ നഷ്ടം വരുന്ന ഭാഗങ്ങളാണ് ഈ പറഞ്ഞത്, പ്രത്യേക ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ ഇന്റേണൽ കൺട്രോൾസ്, ഫിസിക്കൽ സെക്യൂരിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നത്? പ്രൊട്ടക്ട് ദ ഹോസ്പിറ്റൽ അഗൈൻസ്റ്റ് ഇൻട്രൂഷൻ, എന്തെങ്കിലും തരത്തിൽ ഇല്ലീഗൽ ആയിട്ടുള്ള മൂവ്മെന്റ്സിൽ നിന്നോ ആക്രമണങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. പിന്നെ ഹ്യൂമൻ ട്രാഫിക് അല്ലെ, കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിൽ നിന്നുള്ള പ്രത്യേകിച്ച് ഡ്രൈവേഴ്സ്, കോൺട്രാക്ടേഴ്സ്, വെൻഡേഴ്സ് എക്സെട്ര അവയിൽ നിന്ന് എന്താണ് പ്രത്യേകമായിട്ടുള്ള ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി ആവശ്യമാണ്. പിന്നെ ആർക്കൊക്കെയാണ് സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്? ആർക്കൊക്കെയാണ്? സ്റ്റാഫ്, പേഷ്യൻസ്, വിസിറ്റേഴ്സ്, സെയിൽസ് പേഴ്സൺ, വെൻഡേഴ്സ്, ഡെലിവറി പീപ്പിൾ ആൻഡ് കോൺട്രാക്ടേഴ്സ്. അതൊക്കെ സെപ്പറേറ്റ് എൻട്രിയും എക്സിറ്റ് പോയിന്റും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നോൺ പേഷ്യൻസോ നോൺ വിസിറ്റേഴ്സോ ആയിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ എന്താണ് അവർ പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അവരെ സ്ക്രൂട്ടനൈസ് ചെയ്ത് അവരെ ഗൈഡ് ചെയ്തിട്ടായിരിക്കണം കൺട്രോൾ ഗൈഡ്സിൽ കൂടെ അവരെ കയറ്റി വിടുന്നത്. അല്ലെ, പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കച്ചവടക്കാരോ അങ്ങനെയുള്ള ആൾക്കാരെ പ്രത്യേകമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അവർ അകത്തേക്ക് കയറ്റി വിടുന്നത്. Then prohibit pedestrian traffic. കാൽനടക്കാർക്കുള്ള പ്രത്യേക പാത നിയന്ത്രണം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് എവിടെയൊക്കെ അൺലോഡിംഗ് ബ്ലോക്ക്, റിസീവിംഗ് ഏരിയ, മോർഗ് എക്സിറ്റ്, പ്രത്യേകിച്ച് കൂടെയുള്ള ആ നിയന്ത്രണങ്ങളെ പൂർണ്ണമായിട്ടും നിരോധിക്കേണ്ടതാണ്. അല്ലെ, കാൽനടക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള പാത ഉണ്ടായിരിക്കണം. ഈ കൂടി അല്ലാതെ നിരോധിച്ച മേഖലയിൽ കൂടെ അവർക്ക് നടക്കാനായിട്ട് പാടുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെന്താണ്? Control vehicle like delivery trucks, etc. and check out foreign vehicles. Delivery trucks control ചെയ്യുക, അതുപോലെ തന്നെ outgoing vehicles ചെക്ക് ചെയ്യണം. പിന്നെ CCTV ഉണ്ടായിരിക്കും. Electronic surveillance of strategies and sensitive area through CCTV. പിന്നെന്താണ്? ലോക്കിംഗ് ഡിവൈസസും അലാറം സിസ്റ്റംസും സ്ഥാപിക്കുക.
പിന്നെ വിസിറ്റേഴ്സിന് പാസ് അലൗഡ് ചെയ്യൽ, ഇഷ്യൂസ് വിസിറ്റർ പാസസ്. പിന്നെന്താണ് പ്രൊസീജിയർ ഫോർ ആൻഡ് കൺട്രോൾ ഓവർ ദി ഇഷ്യൂ ഓഫ് കീസ്. കീസുകൾ അലോട്ട് ചെയ്യുക, പ്രത്യേകമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഈ പ്രൊസീജിയേഴ്സ് കൺട്രോൾ ചെയ്യുക. പിന്നെ പ്രത്യേകം സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുണ്ട് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ലോക്കേഴ്സും ലോക്കബിൾ ക്യാബിനറ്റ്സുകളും ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ. പ്രൊവിഷൻ ഓഫ് സേഫ് ഫോർ പേഷ്യന്റ് വാല്യുബിൾസ്. പേഷ്യൻസിന് വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്താണ് സേഫ് ആയിട്ട് വെക്കേണ്ടതാണ്, നഷ്ടപ്പെടാതിരിക്കാനായിട്ട് വളരെയധികം സേഫ് ആയിട്ട് വെക്കേണ്ടതാണ്. പിന്നെ സെക്യൂർഡ് ക്യാബിനറ്റ് ഫോർ കാഷ്യർ വിത്ത് ദ പാനിക് ബട്ടൺ. പ്രത്യേകമായിട്ട് കാഷ്യേഴ്സിന് ഒരു സെക്യൂർഡ് ക്യാബിനറ്റ് എന്തായിരിക്കും, പാനിക് ബട്ടൺ ഉണ്ടായിരിക്കും. പിന്നെ റോൾ അപ്പ് ഷട്ടേഴ്സോ ഗ്രിൽസോ പ്രത്യേകിച്ച് നൈറ്റ് ടൈം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റോൾ അപ്പ് ഷട്ടേഴ്സോ ഗ്രിൽസ്. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഈ ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ അടുത്ത് എടുക്കുന്നത് ലിനൻ ആൻഡ് ലൗണ്ടറി സർവീസസ് ആണ് കേട്ടോ, അടുത്ത ക്ലാസ്സില്. ഓക്കെ. ഈ ചാപ്റ്റർ കഴിഞ്ഞെങ്കിൽ ഈ ചാപ്റ്റർ തന്നെ പഠിച്ചോട്ടോ. കഴിയുന്ന ചാപ്റ്റർ പഠിച്ചു ചോദിക്കും. എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. Okay. Okay, thank you. പറയാം, നിങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ്, അത് പറയാം കേട്ടോ. ഇതല്ല ഞാൻ പറയാന്ന് പറഞ്ഞല്ലോ.